സോൾ വിസ്പേഴ്സ് എക്കോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളിലേക്ക് ഒരു ഡിവൈൻ മെസ്സേജ് വരാനിരിക്കുകയാണ്. ഇത് സാധാരണ റീഡിംഗ് അല്ല. നിങ്ങളുടെ മനസ്സിൽ നീണ്ട നാളായുള്ള ഒരു ചോദ്യത്തിന് ഇന്നാണ് ഉത്തരമെത്തുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കൂ. നിങ്ങളുടെ മുന്നിൽ 3 കാൻഡിൽസ് ഉണ്ട്. ക്രിസ്റ്റൽ ബോൾ കാൻഡിൽ 1, ക്രിസ്റ്റൽ ബോൾ കാൻഡിൽ 2, ക്രിസ്റ്റൽ ബോൾ കാൻഡിൽ 3. നിങ്ങളുടെ മനസ്സ് ഏത് കാൻഡിലിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്? അതുതന്നെയാണ് നിങ്ങളുടെ മെസ്സേജ്. ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കൂ. ഒരു കാൻഡിൽ സെലക്ട് ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. റെഡിയാണോ? കാൻഡൽ ഒരു തിരഞ്ഞെടുത്തവർക്ക് നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം സാധാരണയല്ല. ഇത് ഒരു കോയിൻസിഡൻസ് അല്ല. ഇത് ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഇവിടെ എത്തിച്ചു. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കേണ്ട സന്ദേശം ഇതാണ്. നിങ്ങൾ ഏറെ സഹിച്ചവരാണ്. പുറത്തു നോക്കുമ്പോൾ നിങ്ങൾ ശക്തനായ ആളെന്ന് തോന്നാം. എന്നാൽ ഉള്ളിൽ എത്ര വേദനയും നിരാശയും ആരും കാണാത്ത പോരാട്ടങ്ങളും നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് സമയങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ വൈകുന്നു? ആ ചോദ്യങ്ങൾക്ക് ഇന്നാണ് ഒരു മറുപടി എത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ പെയിനും ഒരു പേർപ്പസ് ഉണ്ടായിരുന്നു. Heartbreaks, disappointments, failures. ഇവയെല്ലാം നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ തയ്യാറാക്കാനായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. ഇത് ഒരു ചെറിയ മാറ്റമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറാൻ പോകുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ ഇതുവരെ കാത്തിരുന്നത് വെറുതെയായിട്ടില്ല. നിങ്ങൾ കരഞ്ഞ രാത്രികൾ, നിങ്ങൾ ആരോടും പറയാതെ അടച്ചുവച്ച വേദനകൾ, നിങ്ങൾ സൈലന്റ്ലി സഹിച്ച എല്ലാം. ഇപ്പോൾ യൂണിവേഴ്സ് അതെല്ലാം കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് ജസ്റ്റിസ് ആണ്, ബാലൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം തുറക്കാൻ പോകുന്നു. ഇത് ഒരു ജോലി, ഒരു റിലേഷൻഷിപ്പ്, ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഏറെ നാളായി ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ വരണമെന്നില്ല, പക്ഷേ ഇത് നിങ്ങളെ നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, എനിക്ക് ഇത്രയും വൈകി എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്ക് കിട്ടേണ്ടത് ഓർഡിനറി അല്ല, അതിന് സമയമെടുക്കും. നിങ്ങൾ ഒരു സ്ട്രോങ് സോളാണ്. എല്ലാവർക്കും ഈ പരീക്ഷണങ്ങൾ വരില്ല, നിങ്ങൾക്ക് മാത്രമാണ് വന്നത്. കാരണം നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം പെർമനന്റ്ലി പോയിട്ടില്ല. ചിലത് ബെറ്റർ ആയി തിരികെ വരും. ചിലത് നിങ്ങൾക്ക് വേണ്ടതല്ലാത്തതിനാൽ തന്നെ പോയത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ വിട്ടുപോയത് Punishment, protection. നിങ്ങൾ ഡിസർവ് ചെയ്യാത്തതിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനാണ്. ഇപ്പോൾ നിങ്ങളുടെ എനർജി സ്ലോലി മാറുന്നു. നിങ്ങൾക്ക് അതറിയാം. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇനി പഴയ പോലെ ഫീൽ ഇല്ല. നിങ്ങൾ വളരുന്നു. നിങ്ങൾ ഇവോൾവ് ചെയ്യുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില സൈൻസ് കാണാം. Repeated numbers, unexpected messages, new opportunities. ഇവ എല്ലാം ഒരു ഇൻഡിക്കേഷൻ ആണ്. നിങ്ങൾ റൈറ്റ് പാത്തിലാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശക്തമാവുകയാണ്. അത് ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് വളരെ അടുത്താണ്. ഇത് ഒരു കോൾ, ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ചാൻസ് ആയിരിക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡോർ തുറക്കും. അതിലൂടെ കടക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഫിയർ ഉണ്ടാകാം, Doubt. പക്ഷേ ഓർക്കണം, നിങ്ങൾ ഇത്രയും കടന്നുപോയ ആളാണ്. ഇത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഒരു പ്രധാന കാര്യം, നിങ്ങൾ നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്നത് നിർത്തണം. നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾക്ക് വർത്ത് ഉണ്ട്. നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്. നിങ്ങൾ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ബ്ലോക്ക്. ഇനി അത് മാറ്റണം. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പറയണം, ഞാൻ ഡിസർവ് ചെയ്യുന്നു. ഞാൻ റെഡിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഈ പുതിയ ചാപ്റ്റർ, ഇത് നിങ്ങൾക്ക് പീസ് കൊടുക്കും, സ്റ്റെബിലിറ്റി കൊടുക്കും, ഹാപ്പിനെസ് കൊടുക്കും. പക്ഷേ അതിനായി നിങ്ങൾ പാസ്റ്റ് വിട്ട് മുന്നോട്ട് പോകണം. ഇനി പഴയ വേദനകളിൽ പിടിച്ചു നിൽക്കേണ്ടതില്ല. ആ ആളുകൾ, ആ സംഭവങ്ങൾ, ഇവ നിങ്ങളെ ഡിഫൈൻ ചെയ്യില്ല. നിങ്ങൾ പുതിയ ഒരാൾ ആകുകയാണ്. നിങ്ങളുടെ എനർജി ക്ലീൻ ആക്കണം. Negative thoughts.
പോസിറ്റീവ് ആയി ചിന്തിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചേഞ്ചസ് പോലും വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരാനിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അതിന് ഓപ്പൺ ആയിരിക്കണം. ഒരുപാട് സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ആരും സപ്പോർട്ട് ഇല്ല. പക്ഷേ സത്യത്തിൽ നിങ്ങൾ ഒരിക്കലും അലോൺ ആയിരുന്നില്ല. ഒരു അൺസീൻ സപ്പോർട്ട് എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും ഇവിടെ ഉള്ളത്. ഇത്രയും സ്ട്രഗിൾ കഴിഞ്ഞിട്ടും തകർന്നുപോയിട്ടില്ല. ഇനി നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടും, പീസ് കിട്ടും. നിങ്ങൾക്ക് വേണ്ടി തിങ്സ് ഫൈനലി വർക്ക് ഔട്ട് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റേബിലിറ്റി വരും. Financial improvement. Relationships better. Slowly plus. Overnight miracle. Steady growth. Patience maintain. നിങ്ങളുടെ ഡ്രീം ഒരിക്കലും അബാൻഡൻ ചെയ്യരുത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. Right timing. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ട്രസ്റ്റ് ചെയ്യുക. Believe. Move forward. നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ ഇന്നത്തെ പേന്നു നന്ദി പറയുന്ന ദിവസം വരും. കാരണം അത് തന്നെയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. Message. നിങ്ങൾ ഒരിക്കലും ഓർഡിനറി അല്ല. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പേർപ്പസ് ഉണ്ട്. നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആകാൻ പോകുന്നു. ഇത് നിങ്ങളുടെ ന്യൂ ബിഗിനിങ് ആണ്. ഈ മെസ്സേജ് നിങ്ങളോട് കണക്ട് ആയോ? കോമെന്റ് ചെയ്യൂ 111 എന്ന്. നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് എനർജി വരാൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ഡിവൈൻ റീഡിംഗ്സ് വരാനിരിക്കുന്നു. കാൻഡൽ 2 തിരഞ്ഞെടുത്തവർക്ക്, നിങ്ങൾ ഈ കാൻഡൽ തിരഞ്ഞെടുത്തത് ഒരു റാൻഡം ചോയ്സ് അല്ല. ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ്. നിങ്ങളുടെ ഇന്നർ വോയിസ് ആണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു വല്ലാത്ത ഫേസിലാണ്. Confusion. Doubt. Unanswered questions. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ? ഇത് തുടരണമോ? വിട്ടുകളയണമോ? എന്തുകൊണ്ട് ഒന്നും ക്ലിയർ ആകുന്നില്ല? ഇത് കേൾക്കൂ. ഇത് നിങ്ങളുടെ സൈൻ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാരിറ്റി വരാനിരിക്കുകയാണ്. അതെ, ഇനി ഈ കൺഫ്യൂഷൻ നിലനിൽക്കില്ല. നിങ്ങൾ ഇപ്പോൾ കാണാതെ ഇരിക്കുന്ന ആൻസേഴ്സ്, അവ വളരെ അടുത്താണ്. നിങ്ങൾ ഇപ്പോൾ ഒരു മൂടൽ മറയിലൂടെ നടക്കുന്നതുപോലെ ഫീൽ ചെയ്യുന്നു. ഒന്നും ക്ലിയർ ആയി കാണാൻ കഴിയുന്നില്ല. പക്ഷേ പതിയെ ആ ഫോഗ് മാറാൻ പോകുന്നു. ഒരു ദിവസം നിങ്ങൾ ഉണരുന്നത് ചില സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇതായിരുന്നു കാരണം. ഇതുകൊണ്ടാണ് എല്ലാം ഡിലേ ആയത്. നിങ്ങൾ എടുത്ത തീരുമാനം നിങ്ങൾ വിചാരിക്കുന്നതിലും ശരിയാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളെ ഡൗട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഓൺ ചോയ്സസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പക്ഷേ സത്യത്തിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഒരിക്കലും തെറ്റായി ഗൈഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ അത് കേൾക്കാതെ ഇഗ്നോർ ചെയ്തതാണ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. Important message. Trust yourself. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് പറയുന്നു എന്ന് കേൾക്കണം. കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഡ്രൈവർ ആണ്. മറ്റുള്ളവർ പാസഞ്ചേഴ്സ് മാത്രം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ഷിഫ്റ്റ് വരാനിരിക്കുകയാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അവസരം വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. ഇത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് മിസ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും. ഇനി നിങ്ങൾ കൺഫ്യൂസ് ആകില്ല. ഇനി നിങ്ങൾ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യില്ല. ഇനി നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തില്ല. നിങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു. നിങ്ങൾ പഴയ ആളല്ല. ഇത് ഒരു സെക്കൻഡ് ചാൻസ് ആണ്. പക്ഷേ ഈ സമയം നിങ്ങൾക്ക് വ്യത്യസ്തമായി ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ ചില സൈൻസ് കിട്ടുന്നുണ്ടാകാം. ചില ചിന്തകൾ, ചില സ്വപ്നങ്ങൾ, ഒരു പെർട്ടിക്യുലർ പേഴ്സണിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കുന്നത്. ഇവ എല്ലാം റാൻഡം അല്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് നിങ്ങളോട് സംസാരിക്കുന്നു. ഇനി നിങ്ങൾ സ്ലോ ഡൗൺ ചെയ്യണം. ഒന്ന് പോസ് ചെയ്യണം. എല്ലാം ഫാസ്റ്റ് ആയി സോൾവ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓവർ തിങ്ക് ചെയ്യുന്നു. ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ വലിയ ശത്രു. ഒരു ചെറിയ കാര്യം പോലും നിങ്ങൾ വലിയ പ്രോബ്ലം ആക്കുന്നു. ഇനി അത് സ്റ്റോപ്പ് ചെയ്യണം. ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കണം. ഫ്ലോന് അനുസരിച്ച് പോകണം.
നിങ്ങൾ ഇപ്പോൾ കൺഫ്യൂഷൻ ആയി കാണുന്ന സിറ്റുവേഷൻ, അത് ഫ്യൂച്ചറിൽ മാറ്റം ഉണ്ടാക്കും. ഇനി നിങ്ങൾക്ക് ഒരു ഇന്നർ പീസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഒരുപാട് ശബ്ദം ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ കാം ആകുമ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ ട്രൂത്ത്. അത് ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഓൾറെഡി ഉള്ളിൽ ഉണ്ട്. പക്ഷേ നിങ്ങൾ അത് കേൾക്കുന്നില്ല. നിങ്ങൾ പുറത്താണ് ഉത്തരം തേടുന്നത്. പക്ഷേ എല്ലാം ഉള്ളിലാണ്. ഇനി നിങ്ങൾ ആരെയെങ്കിലും ഇംപ്രസ് ചെയ്യാൻ നിങ്ങളുടെ പാത മാറ്റേണ്ടതില്ല. നിങ്ങൾക്ക് റൈറ്റ് ആണെന്ന് തോന്നുന്നത് ഫോളോ ചെയ്യൂ. നിങ്ങൾക്ക് തെറ്റായി തോന്നുന്ന കാര്യങ്ങൾ, അത് തെറ്റുതന്നെയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഫസ്റ്റ് ടൈം തന്നെ കറക്റ്റ് ആയിരുന്നു. ഇനി സെക്കൻഡ് ചാൻസ് കിട്ടുമ്പോൾ അത് സീരിയസ്ലി എടുക്കണം. നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആ വ്യക്തി അവർ മാറിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാറിയിരിക്കാം. Time connection different. പക്ഷേ നിങ്ങൾക്ക് ബൗണ്ടറീസ് വേണം. സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടരുത്. ലവ് ഉണ്ടാകാം. Self-love important. നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നാൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകില്ല. ഇനി ഒരു ഗുഡ് ന്യൂസ് കൂടി. നിങ്ങളുടെ മെന്റൽ സ്ട്രെസ് കുറയും. നിങ്ങൾ ഇപ്പോൾ ക്യാരി ചെയ്യുന്ന ബർഡൻ Slowly light. നിങ്ങൾ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് ഫീൽ ചെയ്യും. Finally, things are making sense. Phase temporary. Confusion forever transition. നിങ്ങൾ ഒരു പുതിയ ലെവലിലേക്ക് പോകുകയാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ പോസ് ചെയ്ത് തിങ്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല, കാരണം നിങ്ങൾ ശരിയായ ഡിസിഷൻ എടുക്കും. Final message. നിങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങളെ വിട്ടുപോകില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. അതുകൊണ്ട് ഫിയർ വേണ്ട, ട്രസ്റ്റ് വേണം. നിങ്ങൾ സേഫ് ആണ്. നിങ്ങൾ തനിച്ച് അല്ല. ഈ മെസ്സേജ് നിങ്ങൾക്ക് കണക്റ്റ് ആയോ? കോമെന്റ് ചെയ്യൂ 222 എന്ന്. ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ഡിവൈൻ റീഡിംഗ്സ് വരാനിരിക്കുന്നു. കാൻഡൽ 3 തിരഞ്ഞെടുത്തവർ, നിങ്ങൾ ഈ ധീഠ തിരഞ്ഞെടുത്തത് ഒരു സാധാരണ കാര്യം അല്ല. ഇത് നിങ്ങളുടെ ആത്മാവിന്റെ വിളിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമായ മെസ്സേജ് നിങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു വിഷമത്തിലൂടെ കടന്നുപോകുകയാണ്. നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാകാം. നിങ്ങൾ പുറത്തേക്ക് സ്ട്രോങ് ആയി കാണിച്ചാലും ഉള്ളിൽ നിങ്ങൾ വളരെ സോഫ്റ്റ് ആണ്. നിങ്ങൾക്ക് വിഷമം ആവാൻ എളുപ്പമാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സൈലന്റ് ആയി സഹിച്ചിട്ടുണ്ടാകാം. ആരും അറിയാതെ, ആരോടും പറയാതെ. ഒരുപാട് രാത്രികൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ? എനിക്ക് മാത്രം എന്തുകൊണ്ട് സമാധാനം കിട്ടുന്നില്ല? ഇത് കേൾക്കൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ ഹീലിംഗ് സമയമാണ്. അതെ, നിങ്ങൾ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നു. പഴയ നിങ്ങളെ വിട്ട് പുതിയ നിങ്ങളിലേക്ക് പോകുന്ന ഒരു യാത്ര. ഇത് എളുപ്പമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ട് ആയി ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് നിങ്ങളെ ബെറ്റർ ആക്കും. നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായ ആ വേദന നിങ്ങളെ തകർക്കാനല്ല വന്നത്, നിങ്ങളെ ഷെലപ്പ് ചെയ്യാനാണ്. ഇനി അത് വിട്ടു പോകേണ്ട സമയമാണ്. നിങ്ങൾ ഇപ്പോഴും ചില ഓർമ്മകളിൽ പിടിച്ചു നിൽക്കുന്നു. ചില ആളുകളെ വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു, കാരണം നിങ്ങൾ സത്യസന്ധനായ ആൾ ആണ്. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളാണ്. പക്ഷേ ഒരു സത്യം, എല്ലാവർക്കും നിങ്ങളുടെ എനർജി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സമയം എടുക്കും. ഇനി നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കിട്ടാനിരിക്കുകയാണ്. പക്ഷേ അതിനായി നിങ്ങൾ പാസ്റ്റ് മറക്കണം. നിങ്ങൾ പിടിച്ചു നിൽക്കുന്ന വേദന, അത് നിങ്ങളെ സ്ലോ ഡൗൺ ചെയ്യിക്കുന്നു. ഇനി യൂണിവേഴ്സ് നിങ്ങളെ മുന്നോട്ട് നയിക്കും. ചില ആളുകൾ കംപ്ലീറ്റ് ആയി നിങ്ങളിൽ നിന്നും വിട്ടുപോകും. ചില സിറ്റുവേഷൻസ് ക്ലോസ് ആകും. ഇത് നഷ്ടം അല്ല, ഇത് ക്ലിയറിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരുന്നതിന്റെ തുടക്കം നിങ്ങൾക്ക് ഇപ്പോൾ തനിച്ചു ആയി എന്ന് ഫീൽ ചെയ്യാം. പക്ഷേ ഇത് ടെമ്പററി ആണ്. Silence. Distance. ഇത് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത് തിരിച്ചറിയാൻ. ഇനി നിങ്ങൾ പതുക്കെ മാറും. നിങ്ങൾക്ക് പഴയ പോലെ റിയാക്ട് ചെയ്യാൻ തോന്നില്ല.
നിങ്ങൾ സ്ട്രോങ്കർ ആകുന്നു. ഇനി നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് റിയൽ, ആരാണ് ഫേക്ക്, ആരാണ് നിങ്ങളെ വാല്യൂ ചെയ്യുന്നത്, ആരാണ് നിങ്ങളെ ഊസേ ചെയ്യുന്നത്. ഇനി നിങ്ങൾ തെറ്റായി ആളുകളെ തിരഞ്ഞെടുക്കില്ല. നിങ്ങളുടെ ഹാർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും. സ്നേഹം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷേ ഈ സമയം സ്റ്റേബിൾ ആയിരിക്കും. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാത്ത ലവ്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ലവ്. Important message. നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യണം. മറ്റാരും അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യില്ല. സെൽഫ് കെയർ ഇപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ആകണം. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കൂ. നിങ്ങൾക്ക് സമയം കൊടുക്കൂ. നിങ്ങൾ എത്ര എക്സോസ്റ്റഡ് ആണെന്ന് നിങ്ങൾക്കു തന്നെ അറിയാം. ഇനി നിങ്ങൾ സ്ലോ ആകണം. ലൈഫ് റേസ് അല്ല. നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് നിർത്തണം. മറ്റുള്ളവർ എവിടെ എത്തി എന്നതല്ല ഇമ്പോർട്ടന്റ്. നിങ്ങൾ എവിടെയാണ് എന്നതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ജേർണി യൂണീക്ക് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായി എന്ന് ഫീൽ ചെയ്യാം. പക്ഷേ ഉടനെ നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ കിട്ടും. ഒരു ഐഡിയ, ഒരു അവസരം, ഒരു പേഴ്സൺ. ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ലൈറ്റ് കാണിക്കും. ഇനി നിങ്ങൾക്ക് ഡ്രീം വീണ്ടും തുടങ്ങാൻ തോന്നും. നിങ്ങൾ വിട്ടുപോയ സ്വപ്നങ്ങൾ കാണും. കാരണം നിങ്ങൾ എല്ലാം മനസ്സിലാക്കി. നിങ്ങൾക്ക് ഇപ്പോൾ ക്ഷമ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രെങ്ത് ഉണ്ട്. ഇനി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്നു. നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ കടന്നുപോയ നിമിഷത്തിന് നന്ദി പറയും. കാരണം ഇത് തന്നെയാണ് നിങ്ങളെ ട്രാൻസ്ഫോർം ചെയ്തത്. നിങ്ങൾ ഇനി പഴയ ആളല്ല. നിങ്ങൾ റീബോൺ ആണ്. Version. നിങ്ങൾക്ക് സമയം കൊടുക്കൂ. നിങ്ങൾക്ക് സ്നേഹം കൊടുക്കൂ. നിങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കൂ. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് അതിലും കൂടുതലാണ്. നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം വരാനിരിക്കുകയാണ്. പക്ഷേ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യണം. ഈ മെസ്സേജ് നിങ്ങൾക്ക് കണക്റ്റ് ആയോ? കോമെന്റ് ചെയ്യൂ 333 എന്ന്. ഹീലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ഡിവൈൻ റീഡിംഗ്സ് വരാനിരിക്കുന്നു.